ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് മെറ്റ്സ്ലേഴ്സ് ഇൻവെൻ്ററി സൈക്കിൾ മോഡൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. സോ ലെറ്റ് us introduce the Metzler's inventory cycle model of investment. And this theory was developed by Professor Leod Metzler in 1941. And ഇത് പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സും അവർ ഒരു ഇൻവെൻ്ററി എപ്പോഴും കീപ്പ് ചെയ്യും. എന്തിനാണ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെൻ്ററി ഇൻക്ലൂഡ്സ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. പ്രധാനമായിട്ടും ഇൻവെൻ്ററിയിൽ വരുന്ന 3 കാര്യങ്ങളാണ്: റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ദാറ്റ് ഈസ് ഗുഡ്സ് അണ്ടർ പ്രോസസ്, ആൻഡ് ദ ഫിനിഷ്ഡ് ഗുഡ്സ്. ദാറ്റ് ഈസ് സിംപ്ലി വി മീൻ ഇൻവെൻ്ററി മീൻസ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ ദി ഗോഡൗൺ. ഒരു സ്റ്റോക്ക്, ഒരു എക്സസ് സ്റ്റോക്ക് ആയിട്ട് ഇതിനെയാണ് നമ്മൾ ഇൻവെൻ്ററി എന്ന് പറയുന്നത്. എന്തിനാണ് ഇൻവെൻ്ററി ഇത് ചെയ്യുന്നത്? പലപ്പോഴും ബിസിനസ് ഫേംസിൻ്റെ സെയിൽസും അവരുടെ എക്സ്പെക്റ്റഡ് സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിൽ പലപ്പോഴും ഡൈവേർജൻസ് ഉണ്ടാവും. അതായത് അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും ഈ ഇൻവെൻ്ററി കീപ്പ് ചെയ്യുന്നതെന്നാണ് മെറ്റ്സ്ലർ പറയുന്നത്. അപ്പോൾ ഇൻവെൻ്ററി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എക്സ്പെക്റ്റഡ് സെയിൽസ് ആൻഡ് ആക്ച്വൽ സെയിൽസ് ഓഫ് എ ഫേം. അപ്പോൾ ഈ ഒരു ഇൻവെൻ്ററി എത്രമാത്രം കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ കീപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു വേരിയേഷൻസ് ഒരു ഇക്കോണമിയിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെയും അതുപോലെ തന്നെ ഇക്കണോമിക് ഇക്വിലിബ്രിയത്തിനെയും എല്ലാം, ഇൻകം ഇക്വിലിബ്രിയത്തിനെയും എല്ലാം സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെറ്റ്സ്ലർ അദ്ദേഹത്തിൻ്റെ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇൻവെൻ്ററി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേംസ് ഒരു സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യുന്ന ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് ഫേംസിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഒരു 1000 ടൺ ഓഫ് പ്രോഡക്റ്റ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത് മുഴുവൻ മാർക്കറ്റിൽ ഇറക്കില്ല. ഇതിന് പകരം ഒരു 800 ടൺ മാർക്കറ്റിൽ ഇറക്കിയിട്ട് 200 ടൺ ഇൻവെൻ്ററി സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യും. അത് ഗോഡൗണിൽ കീപ്പ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ അവരുടെ അതായത് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻവെൻ്ററി സ്റ്റോക്ക് എന്ന് നമ്മൾ പറയുന്നത്. മെറ്റ്സ്ലർ മോഡൽ ST, സ്റ്റോക്ക് ഓഫ് ഇൻവെൻ്ററി എന്നുള്ളത് ഇൻവെൻ്ററി അറ്റ് എ ടൈം പീരിയഡ് T. ഇതൊരു ടൈം പീരിയഡിൽ വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മോഡലിൽ കണ്ട പോലെ തന്നെ ഉള്ളതാണ്. ടൈം പീരിയഡ് വെച്ചിട്ടാണ്. സോ ദ ഇൻവെൻ്ററി അറ്റ് എ ടൈം പീരിയഡ് T എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ST ആണ് ഇൻവെൻ്ററി സ്റ്റോക്ക് അറ്റ് എ പർട്ടിക്കുലർ ടൈം പീരിയഡ്. ഈ ഇൻവെൻ്ററി സ്റ്റോക്ക് എന്ന് പറയുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ബോർഡിൽ ശ്രദ്ധിക്കുക. ഇൻവെൻ്ററി സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? പ്രീവിയസ് ഇയറിലെ കൺസപ്ഷനെ ആശ്രയിക്കുന്നത്. കാരണം പ്രീവിയസ് ഇയറിലെ കൺസപ്ഷനെ ആണ് സെയിൽസിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ അതുകൂടെ പറയുന്നത് CT എന്ന് വെച്ചാൽ ഇത് കറൻറ്റ് പീരിയഡ്, ഇപ്പോഴത്തെ കൺസപ്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ പ്രീവിയസ് പീരിയഡ് കൺസപ്ഷൻ. ഇങ്ങനെ ഫേംസ് അസ്യൂം ചെയ്യുകയാണ്. So the firms assume that the consumption in the current period T is exactly equal to the consumption in the previous period T-1. കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ, അതായത് ഇപ്പോൾ 2020 സെയിൽസ് കണക്ക് കൂട്ടുന്നത് 2019 ആ പ്രോഡക്റ്റിന് എന്തോ ഒരു സെയിൽസ് ഉണ്ടായിരുന്നോ അത് തന്നെ 2020 കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഫേംസ് ഇവിടെ കണക്ക് കൂട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെൻ്ററി കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെൻ്ററി കീപ്പ് ചെയ്യുമ്പോൾ ഫേംസിൻ്റെ മനസ്സിലുള്ള ഇതെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷത്തെ സെയിൽസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻവെൻ്ററി കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ ഇൻവെൻ്ററി ST എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊപ്പോർഷൻ. K ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനെ സൂചിപ്പിക്കാനാണ്. Kയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0നും 1നും ഇടയിലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കൺസപ്ഷൻ്റെ, അതായത് സെയിൽസിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനായിട്ടാണ് ഇൻവെൻ്ററി കീപ്പ് ചെയ്യുന്നത്. So the inventory ST is equal to K into CT-1. That is a constant proportion of the previous year sales or previous year consumption. ഇനി ആ കൺസപ്ഷൻ എപ്പോഴും എന്തിനെ ആശ്രയിച്ചിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകത്തിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻകത്തിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. അതാണ് നമ്മൾ CT is equal to CYT. ആ വർഷത്തെ കൺസപ്ഷൻ എന്ന് പറയുന്നത് ആ വർഷത്തെ ഇൻകത്തെ ആശ്രയിച്ച് നിൽക്കുന്നു. അതിന് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വീണ്ടും ആ ഇൻകം കോമ്പണൻറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻവെൻ്ററി സ്റ്റോക്ക് എന്ന് പറയുന്നതും ഓരോ വർഷവും ഫേം കീപ്പ് ചെയ്ത ഇൻവെൻ്ററി സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിനെയും കൂടി ആശ്രയിച്ചാണ്. കഴിഞ്ഞ വർഷത്തെ കൺസപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വർഷത്തെ ഇൻവെൻ്ററി സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിനെ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഈ ഇൻവെൻ്ററി സ്റ്റോക്കിൽ ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കാൽക്കുലേഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സെയിൽസിനെ അല്ലെങ്കിൽ കൺസപ്ഷനെ അല്ലെങ്കിൽ ഇൻകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വർഷത്തെ ഇൻവെൻ്ററി സ്റ്റോക്ക് തീരുമാനിക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ഡൈവേർജൻസ് ഉണ്ടാകും. കാരണം എന്താണ്? there may be differences in sales. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ചിലപ്പോൾ അടുത്ത വർഷം കിട്ടണമെന്നില്ല.
എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ഇക്കണോമിക് ഫ്ലക്ച്വേഷൻ കൊണ്ട് അടുത്ത വർഷം ചിലപ്പോൾ ഉദ്ദേശിച്ചത്ര സെയിൽസ് ഉണ്ടാകണമെന്നില്ല. കഴിഞ്ഞ വർഷം ഈ 2019 ഉണ്ടായ സെയിൽസ് 2020 ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ വർഷത്തെ ഫേംസ് ഇപ്പോൾ ഇൻവെൻ്ററി കണക്കൂട്ടുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ വർഷത്തെ സെയിൽസിൻ്റെ അടിസ്ഥാനം അതേ വർഷം അത് കണക്കൂട്ടിയിട്ടാണ് അടുത്ത വർഷത്തേക്കുള്ള ഇൻവെൻ്ററി തീരുമാനിക്കുന്നത്. അപ്പോൾ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ the current year sales may be less than the previous year sales, or sometimes greater than previous year sales. ചിലപ്പോൾ കൂടുതലും ആവും, കുറയണമെന്നില്ല. ചിലപ്പോൾ ഈ വർഷം പെട്ടെന്ന് ഡിമാൻഡ് ഉണ്ടാകാം, കൂടുതൽ സെയിൽസ് സംഭവിക്കാം. അപ്പോൾ കൂടുതൽ സെയിൽസ് സംഭവിച്ചാൽ എന്ത് പറ്റും? ഇൻവെൻ്ററി സ്റ്റോക്കിൽ നിന്ന് എടുക്കും. ഇൻവെൻ്ററി സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ടാണ് ഈ അൺഎക്സ്പെക്റ്റഡ് സെയിൽസിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ if the current year sales is greater than the previous year sales, that will deplete the stock of inventory. ഇൻവെൻ്ററിയുടെ സ്റ്റോക്ക് ഡിപ്ലീറ്റ് ചെയ്യും. കാരണം ഇൻവെൻ്ററിയിൽ നിന്ന് എടുത്തിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് സെയിൽസ് മീറ്റ് ചെയ്യുന്നത്. ഇനി അഥവാ ഇപ്പോൾ കറണ്ട് ഇയർ സെയിൽസ് ഈസ് ലെസ് ദാൻ ദ പ്രീവിയസ് ഇയർ സെയിൽസ്, എന്താണ്? അപ്പോൾ കുറേ സ്റ്റോക്ക് അൺസോൾഡ് ആയിട്ട് കുറേ എക്സസ് ഗുഡ്സ് വരും, അത് ഇൻവെൻ്ററിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. കാര്യം മനസ്സിലായോ? അതായത് നമ്മുടെ ഈ വർഷത്തെ സെയിൽസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സെയിൽസിന് തുല്യമായി കഴിഞ്ഞാൽ ആ ഫേംസ് ഇൻവെൻ്ററി കീപ്പ് ചെയ്യും. എപ്പോഴും എല്ലാ വർഷവും ഇൻവെൻ്ററി കീപ്പ് ചെയ്യും. ആ ഇൻവെൻ്ററിയിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഇൻവെൻ്ററി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇഫ് ദ കറണ്ട് ഇയർ സെയിൽസ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ പ്രീവിയസ് ഇയർ സെയിൽസ്. അത് തുല്യമായി കഴിഞ്ഞാൽ ഇൻവെൻ്ററി സ്റ്റോക്ക് എത്രയാണ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ അടുത്ത വർഷവും നിൽക്കും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ കറണ്ട് ഇയർ സെയിൽസ് പ്രീവിയസ് ഇയർ സെയിൽസിനേക്കാൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് ഇയർ സെയിൽസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ സെയിൽസ് വളരെ കുറവാണെങ്കിൽ അപ്പോൾ എക്സസ് സ്റ്റോക്ക് വരും. മാർക്കറ്റിൽ കുറേ ഗുഡ്സ് അൺസോൾഡ് ആയിട്ട് കിടക്കും. അത് വീണ്ടും ഈ നേരത്തെ കഴിഞ്ഞ വർഷം സൂക്ഷിച്ചിരുന്ന ഇൻവെൻ്ററിയിലേക്ക് പിന്നെയും ആഡ് ചെയ്യും. അപ്പോൾ ഇൻവെൻ്ററി സ്റ്റോക്ക് അത് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് വിൽ ഇൻക്രീസ് ദ സ്റ്റോക്ക് ഓഫ് ഇൻവെൻ്ററി. ഇനി ഇപ്പോൾ കറണ്ട് ഇയർ സെയിൽസാണ് കൂടുതലെങ്കിൽ, പ്രീവിയസ് ഇയർ സെയിൽസിനേക്കാൾ കറണ്ട് ഇയർ സെയിൽസാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ആഡ് ടു ദ ഇൻവെൻ്ററി സ്റ്റോക്ക്. സോ ദാറ്റ് വിൽ ഡിപ്ലീറ്റ് ദ ഇൻവെൻ്ററി. ഇൻവെൻ്ററി കുറയ്ക്കാൻ കാരണമാകും. കാരണം അൺഎക്സ്പെക്റ്റഡ് സെയിൽസ് മീറ്റ് ചെയ്യാൻ ആ ഇൻവെൻ്ററി സ്റ്റോക്ക് നിന്ന് ഗുഡ്സ് എടുക്കും. അപ്പോൾ ഒരു ഫേംസിൻ്റെ ഇൻവെൻ്ററി സ്റ്റോക്കിനെ തീരുമാനിക്കുന്നത് ഈ ഡിഫറൻസാണ്. കറണ്ട് ഇയർ സെയിൽസും പ്രീവിയസ് ഇയർ സെയിൽസും തമ്മിലുള്ള ആ ഡിഫറൻസിനെ അനുസരിതമാക്കിയിട്ടാണ് ഇൻവെൻ്ററി സ്റ്റോക്ക് തീരുമാനിക്കുക. അപ്പോൾ ഇതിനെയാണ് മെർസലർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻവെൻ്ററി സ്റ്റോക്ക് സൈക്കിൾ, ഇൻവെൻ്ററി സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ അടുത്ത ഇതിനെ ശ്രദ്ധിക്കുക. ഫേമിൻ്റെ ST-1, അതായത് കഴിഞ്ഞ വർഷത്തെ ഇൻവെൻ്ററി സ്റ്റോക്ക് എന്ന് പറയുന്നത് അത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രപ്പോർഷൻ ഓഫ്, ഓരോ വർഷം നമ്മളിവിടെ T-1 എന്ന് പറഞ്ഞ പോലെ ST-1, ST ഈസ് ഈക്വൽ ടു T-1 എന്ന് പറഞ്ഞ പോലെ ST-1 ഈസ് ഈക്വൽ ടു K ഇൻറ്റു CT-2. അത് അതിൻ്റെ മുമ്പിലത്തെ വർഷത്തെ. ഇത് നമ്മൾ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഇക്വേഷൻ നോക്കുക. ഫേമിൻ്റെ ഒരു ഇക്കോണമിയിലെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെർസലറിൻ്റെ മോഡലിൽ 2 ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക്, അതാണ് നമ്മൾ ITK എന്ന് പറയുന്നത്, പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി. അപ്പോൾ ഇൻവെൻ്ററിയിലേക്കും ഇൻവെസ്റ്റ് ചെയ്യും, പുതിയ ക്യാപിറ്റൽ ഗുഡ്സിലേക്കുമാണ് ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇത് നമുക്ക് മെർസലർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ പിന്നെ ഫേമിൻ്റെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഈ ഇൻവെൻ്ററിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെൻ്ററിയിലേക്കുള്ള പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇൻവെൻ്ററി സ്റ്റോക്ക് കുറയണം. അതായത് ഇപ്പോൾ പുതിയ ഇൻവെൻ്ററി സ്റ്റോക്ക് കുറയണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഓരോ വർഷത്തെയും സെയിൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. ഓരോ വർഷത്തെയും സെയിൽസ് കൂടിയാൽ മാത്രമാണ് ഇൻവെൻ്ററിയുടെ സ്റ്റോക്ക് കുറയുകയുള്ളൂ. ആ ഇൻവെൻ്ററിയുടെ സ്റ്റോക്ക് കുറയുന്നതിനനുസരിച്ചിട്ടാണ് ഫേമുകൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സോ ദ ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് പ്യൂർലി ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ inventory stock, and this investment in inventories depend upon the സെയിൽസ് ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കറണ്ട് ഇയർ സെയിൽസിനേക്കാൾ പ്രീവിയസ് ഇയർ സെയിൽസ് എപ്പോഴും കൂടിയിരുന്നാൽ, അല്ലെങ്കിൽ ഓരോ വർഷവും സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് ഇൻവെൻ്ററി സ്റ്റോക്ക് ഡിപ്ലീറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഇൻവെൻ്ററി സ്റ്റോക്ക് ഡിപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഫേമുകൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഇൻവെൻ്ററിയിലേക്ക് നടത്തി അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇൻകവും ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഓൺലി ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ദ കറണ്ട് ഇയർ സെയിൽസ് മസ്റ്റ് ബി ഹയർ ദാൻ ദ പ്രീവിയസ് ഇയർ സെയിൽസ്. ഇനി അതിൻ്റെ ഒരു 5 ഫ്ലക്ച്വേഷൻസ് കൂടി മെർസലർ അദ്ദേഹത്തിൻ്റെ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് അത് ഇക്കോണമിക്കലി അത് റയറായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കലി മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുത്തെ കേസ് എന്ന് പറയുന്നത് കറണ്ട് ഇയർ സെയിൽസും പ്രീവിയസ് ഇയർ സെയിൽസും എക്സാക്ട്ലി ഈക്വൽ ആകുന്ന സിറ്റുവേഷനാണ്.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇൻവെൻറ്ററിയിൽ ഒരു മാറ്റവും ഉണ്ടാകാതിരിക്കുന്ന സിറ്റുവേഷനാണ്. കഴിഞ്ഞ വർഷം എത്ര ഇൻവെൻറ്ററി ആയിരുന്നോ അത്ര ഇൻവെൻറ്ററി തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ തിയറി അനുസരിച്ച് എന്ത് പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി സീറോ. ആ വർഷം പുതുതായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും നടക്കില്ല. കാരണം ആകപ്പാടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻറ്ററിയാണ്. അപ്പോൾ ഇൻവെൻറ്ററി സ്റ്റോക്കിൽ യാതൊരു മാറ്റവും ഇല്ല. കറണ്ട് ഇയർ സെയിൽസും പ്രീവിയസ് ഇയർ സെയിൽസും തുല്യമാണെങ്കിൽ ഇൻവെൻറ്ററി സ്റ്റോക്കിൽ യാതൊരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ അത് വളരെ എക്കണോമിക്കലി അത് സെൻസിബിൾ അല്ല. അതുകൊണ്ട് അത് വളരെ റെയർ കേസായിട്ട് നമ്മളതിനെ പറയുന്നത്. ഈ 4 മെൽസറിൻ്റെ സൈക്കിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററാണ് അത് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഈ ഡാംപ്ഡ് മൊണോട്ടോണിക് ലെവൽ എന്നാണ് നമ്മളതിനെ പറയുന്നത്. മെൽസറിൻ്റെ ഫസ്റ്റ് കേസാണിത്. ഇനി സെക്കൻഡ് കേസിൽ, അപ്പോൾ അതായത് ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ഈ പറഞ്ഞ കെയുടെ വാല്യൂ ഞാൻ ഈ പറഞ്ഞ കേസിൽ 0 ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ്, കെയുടെ വാല്യൂ 0 യൂഷ്വലി എപ്പോഴും 0ക്കും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കെയുടെ വാല്യൂ 0 ആകുന്നത് എക്കണോമിക്കലി സെൻസിബിൾ അല്ല, അതൊരു തിയറട്ടിക്കലി മാത്രം വരുന്ന ഒരു കേസാണ്. കാരണം എക്സാക്ട്ലി ഈക്വൽ ആയിട്ട് കറണ്ട് സെയിൽസും പ്രീവിയസ് സെയിൽസും വരുന്ന കേസാണ്. അത് 0 ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന കേസാണ്. കെയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡാംപ്ഡ് മൊണോട്ടോണിക് ഫ്ലക്ച്വേഷൻസ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ കേസ് ആയിട്ട് പറയുന്നത് എന്താണ്, ഇവിടെ കറണ്ട് ഇയർ സെയിൽസ് പ്രീവിയസ് ഇയർ സെയിൽസിനേക്കാൾ കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. അങ്ങനെ വരുന്ന അവസ്ഥ എന്നല്ല, കറണ്ട് ഇയർ സെയിൽസ് പ്രീവിയസ് ഇയർ സെയിൽസിനേക്കാൾ കൂടിയിട്ടുണ്ട്. പക്ഷേ അതൊരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ് കൂടുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല, അതായത് വലിയൊരു ഡിമാൻഡ് ചേഞ്ചും ഉണ്ടാവില്ല. ബട്ട് ദ കറണ്ട് ഇയർ സെയിൽസ് ഈസ് സ്ലോലി ഹയർ ദാൻ ദ പ്രീവിയസ് ഇയർ സെയിൽസ്. അങ്ങനെ പറയുന്ന ഒരു സെക്കൻഡ് കേസ് മെൽസർ എക്സ്പ്ലെയിൻ. അതായത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. അതിൻ്റെ വാല്യൂ എപ്പോഴും 0.5നും 1നോട് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. പക്ഷേ അത് 0.5നും 0.1നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് സാധാരണ നോർമൽ ഫ്ലക്ച്വേഷൻസ് നോർമൽ പാത്ത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതായത് കഴിഞ്ഞ വർഷത്തെ സെയിൽസിനേക്കാൾ പ്രീവിയസ് ഇയർ സെയിൽസിനേക്കാൾ ഒരു ചെറിയ ഇൻക്രീസ് മാത്രമാണ് കറണ്ട് ഇയർ സെയിൽസിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോർമൽ ലെവലിൽ അവിടെ ഇൻക്രീസ് ചെയ്യും. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലോസീവ് ഫ്ലക്ച്വേഷൻസ് ആണ് പറയുന്നത്. എക്സ്പ്ലോസീവ് ഫ്ലക്ച്വേഷൻസ് പറഞ്ഞാൽ ലാർജ് ഗ്യാപ്പ്, അതായത് കറണ്ട് ഇയർ സെയിൽസ് പെട്ടെന്ന് ഷാർപ്പായിട്ട് റോസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ സെയിൽസിനേക്കാൾ വളരെയധികം വർധനവ് കറണ്ട് ഇയർ സെയിൽസിൽ ചിലപ്പോൾ ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടോ സംഭവിക്കാം. അങ്ങനെയുള്ള സംഭവം എന്താണ്, ഇൻവെൻറ്ററി സ്റ്റോക്ക് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. എടുത്താലും ചിലപ്പോൾ ഇതിനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻവെൻറ്ററി സ്റ്റോക്ക് കംപ്ലീറ്റ് തീർന്നു പോകും. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഇൻവെൻറ്ററി മൊത്തം സ്റ്റോക്ക് ഉപയോഗിച്ച് തീരുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ വരും. അങ്ങനെയുള്ള കേസുകളും അതും വളരെ റെയർ കേസുകളാണ് സംഭവിക്കുന്നത്. എന്തെങ്കിലും വളരെ പെട്ടെന്ന് ഷാർപ്പായിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താലേ ഇങ്ങനെയുള്ള എക്സ്പ്ലോസീവ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ കെയുടെ വാല്യൂ ഓൾമോസ്റ്റ് 1 അല്ലെങ്കിൽ 1 എന്ന് പറയാൻ പറ്റില്ല, 1നോട് തുല്യമായ 0.9 അല്ലെങ്കിൽ 9 സംതിങ് അങ്ങനെയുള്ള ആ 0.9 തുടങ്ങി 1 വരെയുള്ള ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഇനി നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നാലാമത്തെ കേസ് നമ്മൾ ഇത് ഡിപ്രഷൻ്റെ ഒരു ട്രെൻഡുകളാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. അവിടെ എന്താണ്, കറണ്ട് ഇയർ സെയിൽസ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കറണ്ട് ഇയർ സെയിൽസ് കുറയുന്ന ഒരവസ്ഥ. കറണ്ട് ഇയർ സെയിൽസ് ഇപ്പോൾ പ്രീവിയസ് ഇയർ സെയിൽസിനേക്കാൾ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ മറ്റേ ഈ ഇൻവെൻറ്ററി ഇൻവെസ്റ്റ്മെൻറ്റുകൾ സാധാരണഗതിയിൽ അവിടെ നടത്തില്ല. അങ്ങനെയുള്ള കേസ് നമ്മൾ ഉള്ള കേസിൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്ലോലി ഡിക്രീസ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റും ഇൻകം ഡിക്രീസ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 0.5നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. 0.5നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഇനി അവസാനത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ആ ഫ്ലക്ച്വേഷൻ്റെ പോലെ പെട്ടെന്ന് എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ നമ്മളിപ്പോൾ കേസിൽ കൊറോണ പോലെയുള്ള കേസുകൾ സംഭവിച്ച പോലെ തന്നെ കറണ്ട് ഇയർ സെയിൽസിൽ പെട്ടെന്ന് ഒരു സഡൻ ഡ്രോപ്പ്, പ്രീവിയസ് ഇയർ സെയിൽസിനേക്കാൾ സഡൻ ആയിട്ടൊരു ഡ്രോപ്പ്, ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഡ്രോപ്പ്, നെഗറ്റീവ് സൈഡ് മറ്റേ നമ്മൾ ഇൻക്രീസ് ആണ് പറഞ്ഞത്, അതിൻ്റെ നേരെ വിപരീതമായിട്ടൊരു സഡൻ ആയിട്ടുള്ളൊരു ഡ്രോപ്പ് ഡൗൺ പെട്ടെന്ന്
ഈ കറണ്ട് ഇയർ സെയിൽസിനുണ്ടാകുകയാണെങ്കിൽ എന്ത് പറ്റും? ഇത് പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശക്തിയായിട്ട് കുറയുന്നതിന് ഉള്ള സിറ്റുവേഷൻ കാരണമായിട്ട് തീരുകയും ചെയ്യുന്നു. അപ്പോൾ അതും അങ്ങനെയുള്ള കേസിൽ ഇതിൻ്റെ വാല്യൂ, അതായത് ഈ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0ക്ക് നിയറായിരിക്കും. അതായത് 0.1 അങ്ങനെയുള്ള വാല്യൂ ആയിരിക്കും കെയുടെ ഇവിടെ കിട്ടുന്നത്. ഇങ്ങനെ 5 രീതിയിലുള്ള ഡിഫറൻറ്റ് കേസുകളാണ് മെറ്റ്സലർ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മെറ്റ്സറിൻ്റെ കേസിൽ ഒരു ഇൻവെൻ്ററി സ്റ്റോക്ക്, ആ ഇൻവെൻ്ററി സ്റ്റോക്കിലെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ തീരുമാനിക്കുന്നത്. ആ ഇൻവെൻ്ററി സ്റ്റോക്കിലെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ദ ഡിപ്പെൻഡ് അപ്പോൺ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കറണ്ട് ഇയർ സെയിൽസ് ആൻഡ് പ്രീവിയസ് ഇയർ സെയിൽസ്. അതായത് എക്സ്പെക്റ്റഡ് സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസാണ് ഇൻവെൻ്ററി സ്റ്റോക്കിനെ തീരുമാനിക്കുന്നത്. ആ ഇൻവെൻ്ററി സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് ഇക്കോണമിയിലെ ഇൻകം ഗ്രോത്തിനെയും തീരുമാനിക്കുന്നത്. ഇതാണ് മെറ്റ്സലറിൻ്റെ ഇൻവെൻ്ററി സൈക്കിൾ മോഡൽ. ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.